നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനങ്ങൻമലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വരോട് കരിങ്കൽ കോറിക്കെതിരെ കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് അനങ്ങൻമല സംരക്ഷണ സമിതി. കേരളശ്ശേരി 12ാം വാർഡ് സമ്പൂർണ്ണ പുകയില മുക്തം. സംസ്ഥാനത്തെ ആദ്യത്തെ ടുബാക്കോ ഫ്രീ വില്ലേജായി വലിയപറമ്പിന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പുകയില വിരുദ്ധ നിർദ്ദേശങ്ങൾ പ്രദേശത്ത് പൂർണ്ണമായും നടപ്പാക്കിയതോടെ. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ പാപ്പാന് ദാരുണാന്ത്യം. മരിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശി കുഞ്ഞുമോൻ. ആനപ്പുറത്തുണ്ടായിരുന്ന 2 പേർക്ക് താഴെ വീണ ഗുരുതര പരിക്ക്. ഇടഞ്ഞത് വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആന. കോട്ടായിമണിയും പറയിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 18 വയസ്സുകാരൻ മരിച്ചു. വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന നിസ്സഹായ വാർദ്ധക്യങ്ങൾക്ക് തണലേകാൻ ഷൊർണൂർ നഗരസഭ. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങുന്നു. ഷൊർണൂരിൽ അഭയ കേന്ദ്രം നിർമ്മിക്കുന്ന നഗരസഭയുടെ 7 സെന്റ് സ്ഥലത്ത് 2 കോടി രൂപ ചെലവിൽ. അനങ്ങൻമലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടാൻ സാധ്യത ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇംപാക്ട് അതോറിറ്റിയോ പരിശോധിക്കണമെന്നാണ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വരോട് മേഖലയിലെ ക്വാറി അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതെന്ന് അനങ്ങൻമല സംരക്ഷണ സമിതി കൺവീനർ IM സതീശൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം P പരമേശ്വരൻ, യൂണിറ്റ് സെക്രട്ടറി M അഷറഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാർ ജില്ലാ തലത്തിലുള്ള ക്രൈസിസ് മാനേജിംഗ് കമ്മിറ്റിയെ വെച്ചു. ആ മാനേജിംഗ് കമ്മിറ്റിയോട് പഠനം നടത്താൻ പറഞ്ഞു. അപ്പോൾ ആ മാനേജിംഗ് കമ്മിറ്റി ആദ്യം 27/8/2024 യോഗം ചേർന്നിട്ട് കോറി പ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളത്, അതേപോലെ ആ സ്ഥലം പോയി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ ജില്ലാതല ക്രൈസിസ് മാനേജിംഗ് കമ്മിറ്റിയിലെ ജില്ലാ കളക്ടറുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട്, ഒറ്റപ്പാലം RDO ഉണ്ട്, DMO ഉണ്ട്, ഹസാർഡ് ഓഫീസർ ഉണ്ട്. ഇവരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വിദഗ്ധ കമ്മിറ്റിയാണ്. ജിയോളജിസ്റ്റ് അതിൻ്റെ കൺവീനറുമാണ്. അപ്പോൾ ആ കമ്മിറ്റി യോഗം ചേർന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കോടതി ഉടമ വീണ്ടും ഹൈക്കോടതി പോവുകയാണ്. 2 പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്കിടയിലാണ് വരോട് ക്വാറി ഉൾപ്പെട്ട പ്രദേശമുള്ളത്. ഇവിടങ്ങളിലെ ചോലകൾ വറ്റാനിടയുണ്ട് തുടങ്ങിയ കാരണങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു പ്രകമ്പനമുണ്ടാകുമോ എന്നറിയാൻ ശാസ്ത്ര പരിശോധന വേണം. അതിനാണ് വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന ആവശ്യം കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും ജിയോളജിസ്റ്റുമെല്ലാം ഉൾപ്പെട്ട സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. കോടതി ഇത് പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. നിലവിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ക്വാറിയിൽ നേരത്തെ പൊട്ടിച്ച കല്ലുകൾ കൊണ്ടുപോകാൻ അനുമതിയുണ്ട്, എന്നാൽ പാറ പൊട്ടിക്കാൻ അനുമതിയില്ല. ഇത് ലംഘിച്ച് ഇപ്പോഴും ക്വാറി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനങ്ങൻമല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു. ഇതിനെതിരെ പ്രദേശവാസികളായ 26 പേർ ചേർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ചോലകൾ നശിക്കുമെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും നേരത്തെ പറഞ്ഞതാണെന്നും അതുതന്നെയാണ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉരുൾപൊട്ടൽ ഭീതിയുള്ളതിനാൽ വരോട്ടെ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് നേരത്തെ പ്രദേശത്തെ സ്കൂളുകൾ വരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കുഞ്ഞുമോൻ എന്ന പാപ്പാനാണ് മരിച്ചത്. നേർച്ചയാഘോഷത്തിനായി കൊണ്ടുവന്ന വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. ആഘോഷ പരിപാടിയുടെ അവസാന ഇനമായ ഗജസംഗമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആന ഇടയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന പാപ്പാനെ നിലത്തിട്ട് ചവിട്ടിയും കൊമ്പുകൊണ്ട് കുത്തിയുമാണ് കൊലപ്പെടുത്തിയത്. ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ച ആന റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളും കാറുകളും തകർത്തു. ആന ഇടഞ്ഞതറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന ആളുകൾ ഓടിമാറിയതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. ഇതിനിടെ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ദീർഘനേരത്തെ പരിശ്രമത്തിലൂടെയാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. മയക്കുവെടി വെച്ച് തളച്ച ആനയെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റി. ആന പെട്ടെന്ന് ഇടഞ്ഞതിൻ്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
കോട്ടായി മണിയൻപാറയിൽ പെട്ടി ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 18 വയസ്സുകാരൻ മരിച്ചു. കോട്ടായി പുളിനെല്ലി വെങ്കാറാംകോട് സാം പ്രകാശ് രജനി ദമ്പതികളുടെ മകൻ ജിഷ്ണുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. അപകടം നടന്ന ഉടൻ ജിഷ്ണുവിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രഞ്ജിതയാണ് സഹോദരി. സംസ്ഥാനത്തെ ആദ്യത്തെ പുകയില രഹിത വില്ലേജ് ആയി കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിനെ പ്രഖ്യാപിച്ചു. തലക്കശ്ശേരി ഹോളി ഫാമിലി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോങ്ങാട് MLA ശാന്തകുമാരിയാണ് പ്രഖ്യാപനം നടത്തിയത്. നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും കരഘോഷങ്ങൾ ഏറ്റുവാങ്ങിയാണ് MLA പ്രഖ്യാപനം നടത്തിയത്. ഇത്തരമൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ വളരെ പരിശ്രമിച്ച കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനും വാർഡ് അംഗവുമായ ഫെബിൻ റഹ്മാനെ MLAയും ജില്ലാ മെഡിക്കൽ ഓഫീസറും അഭിനന്ദിച്ചു. സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. നാഷണൽ ഹെൽത്ത് വിഷൻ ഗൈഡൻസിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും വാർഡിൽ നടപ്പാക്കാൻ കഴിഞ്ഞതോടെയാണ് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിനെ സംസ്ഥാനത്തെ പുകയില മുക്ത വാർഡായി പ്രഖ്യാപിച്ചത്. 2 ആഴ്ച മുൻപ് ജില്ലാ മെഡിക്കൽ സംഘം വാർഡിലെത്തി പരിശോധന നടത്തിയിരുന്നു. വാർഡിലെ സ്കൂളുകളിലും ക്ലബ്ബുകളിലും വായനശാലകളിലും ചർച്ചകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. സ്പെഷ്യൽ ഗ്രാമസഭകൾ, കുടുംബശ്രീ യോഗങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പല ഘട്ടങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. വ്യാപാരികൾ പുകയില വിൽക്കില്ല എന്ന ഉറപ്പിന് പുറമെ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ വീടുകൾ കയറിയുള്ള ബോധവൽക്കരണവും നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയും പദ്ധതിക്കായി നൽകിയിരുന്നു. നമ്മൾ വിധിക്കപ്പെട്ടതാണെന്ന് ചിലരൊക്കെ ചിന്തിച്ചും ഒക്കെ പോയൊരു കാര്യമാണ്. അത് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ്. പുകയില എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ബീഡി വലിക്കുക, അത് മാത്രമല്ല. നമ്മുടെ നാട്ടിൽ ചെറിയ ആചാരമുണ്ട് അല്ലേ? വീട്ടിലൊക്കെ ഇലയുണ്ട്, ചെറിയൊരു ഇലയുണ്ട്, വെറ്റില ഇലയുള്ള ആളുകളുണ്ടോ ഇവിടെ വീടുകളിൽ? ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിലൊക്കെ നല്ല തണല് കിട്ടാനും തെങ്ങിലും അല്ലെ മുറുക്കിലുമൊക്കെ പടർന്നു പോകുന്നതാണ് വെറ്റില മരം. ഈ സാധനം വലിച്ചിട്ട് ഒന്ന് ചുണ്ണാമ്പൊക്കെ കൂട്ടി വേണമെങ്കിൽ നല്ല ഇല കിട്ടുകയാണ്, നല്ല അടക്കി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു കിട്ടുമല്ലോ നമുക്ക് വിഷുവിനൊക്കെ കണി കാണാൻ വേണ്ടി, ആ സാധനമൊക്കെ ഇട്ട് ഇതെല്ലാം ചവച്ച് ഒന്ന് മുറുക്കി തുപ്പുക, ഒരു ആഠ്യത്തിൽ. പ്രഖ്യാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ രമാമുരളി, രാമചന്ദ്രൻ, ഷാജിദ, കോങ്ങാട് CHC സൂപ്രണ്ട് ഡോക്ടർ മൈനാവതി, കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ്, കേരളശ്ശേരി മെഡിക്കൽ ഓഫീസർ ലത, ഡോക്ടർ രാജലക്ഷ്മി, പറളി എക്സൈസ് ഓഫീസർ സുരേഷ് ബാബു, ടുബാക്കോ ഫ്രീ വില്ലേജ് അംബാസഡർ സിസിൽ എബ്രഹാം, എക്സൈസ് ഓഫീസർമാരായ സുരേഷ് പാലക്കാട്, രാജേഷ് പറളി എന്നിവർ സംസാരിച്ചു. ഫെബിൻ റഹ്മാൻ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഹെൽന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വഴിയോരത്ത് വലിച്ചെറിയപ്പെടുന്ന വാർദ്ധക്യങ്ങൾക്ക് അഭയവുമായി ഷൊർണൂർ നഗരസഭ. ജീവിത സായാഹ്നത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷൊർണൂർ ഷെൽട്ടർ ഹോം ഒരുങ്ങുന്നു. പരുത്തിപ്പുറ റോഡിൽ ആയുർവേദ ആശുപത്രി സമീപമുള്ള നഗരസഭയുടെ 7 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമാണ് താമസ സൗകര്യമൊരുക്കുക. ഒരു മുറിയിൽ 4 പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം. ശുചിമുറി, വിശ്രമമുറി, ഹാൾ, അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണെന്നും 3 മാസത്തിനുള്ളിൽ കെട്ടിടം തുറന്നു നൽകാൻ കഴിയുമെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഷൊർണൂർ നഗരസഭയുടെ കീഴിൽ 2 കോടി രൂപയുടെ നിർമ്മാണ ചെലവ് വരുന്ന അഭയം ഷെൽട്ടർ ഹോം പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മിക്കവാറും ഒരു 3-4 മാസത്തിനകത്ത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും. പ്രായമായവരെ ഉപേക്ഷിച്ച് ആരും നോക്കാനില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ ഹോമാണ് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് അത്തരം ആളുകളെ ഇവിടെ പാർപ്പിക്കുന്നത്. വയോജനങ്ങളെയാണ് പ്രധാനമായിട്ട് ഇവിടെ അവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ ഷെൽട്ടർ ഹോം. താഴെ
പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായി പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഷെൽട്ടർ ഹോമാണ്. അവിടെ നഗരസഭയുടെ ജീവനക്കാരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഗരസഭ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് ഈ ഷെൽട്ടർ ഹോം ഒരുങ്ങുന്നത്. ആ ഷെൽട്ടർ ഹോം വരുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ മക്കൾ നോക്കാതെയൊക്കെയുള്ള വൃദ്ധരായിട്ടുള്ളവരെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഒപ്പിയാവാൻ വേണ്ടി പോകുന്നത്. ഉപേക്ഷിക്കപ്പെടുന്നവർ, അനാഥരായവർ, പാതയോരത്ത് അവശ്യനിലയിൽ കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ജീവിത സായാഹ്നത്തിൽ ദുരിതം പേറുന്ന വയോധികരെ സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിൻ്റെ ലക്ഷ്യം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 125ഓളം പേർക്ക് താമസിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള കാറ്റിൽ മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ 20ാം സംസ്ഥാന സമ്മേളനവും സെമിനാറും ഒറ്റപ്പാലത്ത് നടക്കും. 10 പകൽ 3 മണിക്ക് ഈസ്റ്റ് ഒറ്റപ്പാലം മാളിയേക്കൽ ഗാർഡനിലാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെമിനാർ എം ഹംസ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കന്നുകാലി വ്യാപാര രംഗം വെല്ലുവിളികൾ, പ്രതീക്ഷകൾ എന്ന വിഷയം അഡ്വക്കേറ്റ് ജോൺ അവതരിപ്പിക്കും. പരമ്പരാഗതമായ കേരളത്തിലെ കന്നുകാലി വ്യവസായ രംഗവും മാംസ വ്യാപാരവും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന വ്യാപാര രംഗം കരിനിയമങ്ങളാലും മാഫിയ സംഘങ്ങളാലും വേട്ടയാടപ്പെടുന്നു. ഇക്കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. സംസ്ഥാന 20ാം വാർഷിക പൊതുസമ്മേളനം സെമിനാർ ഈ വരുന്ന 10-ാം തീയതി മാളിയേക്കൽ ഗാർഡനിൽ വെച്ച് നടക്കുക. അതിൻ്റെ സെമിനാർ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എക്സ്-എം-എൽ-എ, മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ നിർവഹിക്കും. 2005 265 2005 രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ കേന്ദ്രം വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ യൂസഫ്, സെക്രട്ടറിമാരായ എം കെ ഉമ്മർ, കെ രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ മൻസൂർ അലി, എൻ അബ്ദുറഹ്മാൻ, ട്രഷറർ ടി എം ആദം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോങ്ങാട് ബ്ലോക്ക് വാർഷിക പൊതുയോഗവും കുടുംബസംഘവും ഫെബ്രുവരി 9 ഞായറാഴ്ച കേരളശ്ശേരിയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ 85 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സുബേദാർ വി കുട്ടികൃഷ്ണൻ, ഓണററി ലഫ്റ്റനന്റ് TG രവീന്ദ്രപിള്ള, സായിബ് സുബേദാർ, KS ശ്രീനിവാസൻ, KS രാജലക്ഷ്മി, സുലോചന, രുക്മിണി നെടുങ്കോടി, തങ്കമണിയമ്മ കണ്ണത്ത്, പത്മാവതി അമ്മ, തങ്കം എന്നീ 9 പേരെയാണ് ആദരിക്കുന്നത്. തുടർന്ന് ഉച്ചഭക്ഷണവും ദേശീയഗാനത്തോടെ പരിപാടികൾ സമാപിക്കും. ബഹുമാന്യരെ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോങ്ങാട് ബ്ലോക്കിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച പ്രസ് മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് നമ്മുടെ പൊതുയോഗം ആരംഭിക്കുന്നതാണ്. ഈ പൊതുയോഗത്തിൽ നമ്മൾ സവിശേഷമായ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിലെ 85 വയസ്സ് പ്രായാധിക്യമുണ്ട്, 85 വയസ്സ് തികഞ്ഞ അംഗങ്ങളെ ആദരിക്കുന്നതാണ്. അവർക്ക് യഥോചിതം ആദരവ് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് പ്രകാരം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സ്നേഹവിരുന്നും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഭക്ഷിച്ച് എല്ലാ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാനായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത് ജില്ലാ സെക്രട്ടറി ശ്രീ VS കൃഷ്ണകുമാർ അവர்களാണ്. പൊതുയോഗം ഉദ്ഘാടനം അദ്ദേഹം ചെയ്യുന്നതോടൊപ്പം ഈ വാർഷിക കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ സാറ് നിർവഹിക്കുന്നതാണ്. രക്ഷാധികാരി TG രവീന്ദ്രപിള്ള, പ്രസിഡന്റ് പി പ്രവീൺകുമാർ, സെക്രട്ടറി പി വിശ്വനാഥൻ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, P മുരളീധരൻ, PK രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച ഉത്സവ ബലി നടന്നു. ഫെബ്രുവരി 9 ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഉത്സവ ബലി നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രാത്രി ഭഗവതം കഥകളിയും അരങ്ങേറി. ശനിയാഴ്ച പള്ളിവേട്ട നടക്കും. 9 ഞായറാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വാടനകുറിശി ഗവൺമെന്റ് LP സ്കൂൾ 113ാം വാർഷികം ആഘോഷിച്ചു. പ്രഭാഷകൻ സുരേഷ് ബാബു കൂത്തുപറമ്പ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എൻഡോവ്മെന്റ് വിതരണം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജ്യോതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക KP ശോഭന, PTA പ്രസിഡന്റ് M പ്രകാശ്, SMC ചെയർമാൻ ജയചന്ദ്രൻ, സുകുമാരൻ മാസ്റ്റർ, ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തേരേസ് LP സ്കൂൾ 96ാം വാർഷികം ആഘോഷിച്ചു. ഹാർമണി 2025 നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം നമ്മുടെ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ള നിരവധി ഉന്നത ശ്രേണിയിലെത്തിയിട്ടുള്ള നിരവധി പേരെയാണ് ഈ വിദ്യാലയം വാർത്തെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുക വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ PTA പ്രസിഡന്റ് T ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മേരി സൂസൻ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപിക പ്രിൻസി സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജപമാലാൽ ലോറൻസ് ആശീർവാദ പ്രസംഗം നടത്തി. വാർഡ് കൗൺസിലർ ഹസീന അഷറഫ്, സ്കൂൾ ലോക്കൽ മാനേജർ ഗ്രേസ് തോമസ്, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ D സിമി, AC മറിയ ബെല്ല, രാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക റോസിക്ക ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. TJ സൗമ്യ നന്ദി പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അനങ്കൻമലയിലെ വരോട് കോറി ഉൾപ്പെട്ട പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വരോട് കരിങ്കൽ കോറിക്കെതിരെ കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് അനങ്കൻമല സംരക്ഷണ സമിതി. കേരളശ്ശേരി 12ാം വാർഡ് സമ്പൂർണ്ണ പുകയില മുക്തം. സംസ്ഥാനത്തെ ആദ്യത്തെ ടുബാക്കോ ഫ്രീ വില്ലേജായി വലിയപറമ്പിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പുകയില വിരുദ്ധ നിർദ്ദേശങ്ങൾ പ്രദേശത്ത് പൂർണ്ണമായും നടപ്പാക്കിയതോടെ. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാന്ത്യം. മരിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശി കുഞ്ഞുമോൻ. ആനപ്പുറത്തുണ്ടായിരുന്ന 2 പേർക്ക് താഴെ വീണ ഗുരുതര പരിക്ക്. ഇടഞ്ഞത് വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആന. കോട്ടായിമണിയും പറയിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 18 വയസ്സുകാരൻ മരിച്ചു.
വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന നിസ്സഹായ വാർദ്ധക്യങ്ങൾക്ക് തണലേകാൻ ഷൊർണൂർ നഗരസഭ. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങുന്നു. ഷൊർണൂരിൽ അഭയകേന്ദ്രം നിർമ്മിക്കുന്ന നഗരസഭയുടെ 7 സെന്റ് സ്ഥലത്ത് 2 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.